ദൈവത്തിന് സ്തോത്രം. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ ഒരവസരം കൂടെ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 5-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 5:11. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. പ്രിയരെ, ഈ സങ്കീർത്തനത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന് ഈ പകൽ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനക്കാരൻ എഴുതുകയാണ്, ആമേൻ, ദൈവത്തെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. ആമേൻ. ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന, ദൈവപാദപീഠത്തോട് അടുത്തു വരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരായാലും ഇത്തിരി നാളത്തെ പാരമ്പര്യമില്ല എങ്കിലും, ഏറ്റവും ചെറിയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും, ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ മുൻപിലുണ്ടെങ്കിലും, ആമേൻ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവ വചനം കേട്ട ദൈവസ്നേഹത്തെക്കുറിച്ചറിഞ്ഞ് ദൈവത്തിൽ ശരണം പ്രാപിക്കേണ്ടതിന് ആരെങ്കിലും തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ചാൽ ബൈബിൾ പറയുന്നു, അങ്ങനെയുള്ള എല്ലാവരും എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സന്തോഷിക്കുവാനിടയാകും. അവരുടെ ദുഃഖങ്ങൾ മാറിപ്പോകും. കണ്ണുനീരുകളെ ദൈവം തുടയ്ക്കും. ആശ്വാസ കാലങ്ങൾ അവരുടെ ജീവിതത്തിൽ ആരംഭിക്കാനായി തുടങ്ങും. ഒരുപാട് ദുഃഖങ്ങളോടെ, ഒരുപാട് വേദനകളോടെ, പ്രതിസന്ധികൾക്കകത്ത് ഒരു മിനിറ്റ് പോലും സന്തോഷിക്കുവാൻ കഴിയാതെ ആകുലതയോടെ എഴുന്നേറ്റ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും. ആമേൻ. ദൈവത്തിൽ ശരണം പ്രാപിക്കേണ്ടതിന്, ദൈവപാദപീഠത്തോട് അടുത്തു വരേണ്ടതിന്, ആശ്രയം ദൈവത്തിൽ വയ്ക്കേണ്ടതിന് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദുഃഖങ്ങൾ മാറും, വേദനകൾ മാറും, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറും. ദൈവത്തിൽ ശരണം പ്രാപിക്കാം. ആമേൻ. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, നീ അവരെ പാലിക്കും. ആമേൻ. ആരാണോ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത്, ദൈവപാദപീഠത്തോട് ആരാണോ അടുത്തു വരുന്നത്, ഒരു ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും, ബൈബിൾ എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവം അവരെ പരിപാലിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവിക പരിപാലനത്തെക്കുറിച്ച് കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. മുൻപിലും പിൻപിലും ഇടത്തും വലത്തും താഴെയുമായി ദൈവിക സംരക്ഷണത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ, ആമേൻ, ഒരു ദൈവപൈതലിന് ഇടയായി തീരും. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ അവർ സന്തോഷിക്കുവാനിടയായി തീരും. നമ്പർ 2, രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, ദൈവം അവരെ പാലിക്കും. ആമേൻ. പാലിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമായത് ആവശ്യമുള്ള സമയത്ത് നൽകി വളർത്തിയെടുക്കുന്നതിനെയാണ് പാലിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ഒരു കൃഷിക്കാരൻ തൻ്റെ വയലിൽ കൃഷി ചെയ്തിട്ട് നല്ല വക ഏതെങ്കിലുമൊക്കെ തൻ്റെ വേലസ്ഥലത്ത് നട്ടാൽ ശത്രു തൊടാതെ, വേനലടിക്കാതെ, പടർന്നു കയറേണ്ടതിന് അത് കായ്ക്കത്തക്ക നിലയിൽ എപ്പോഴും അതിനെ പാലിക്കുന്നതിന് വേണ്ടി അവൻ ഒരുക്കമുള്ളവരായിരിക്കും. ഈ വാക്യം എഴുതിയിരിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, സർവശക്തനായ ദൈവം തന്നെ ശരണമാക്കുന്നവരെ പാലിക്കുവാനിടയായി തീരും. ഞാൻ പറയാം, ഒരു പ്രതിസന്ധിക്കും തൊടുവാൻ കഴിയത്തില്ല, ഒരു പ്രശ്നത്തിനും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. കാരണം പാലിക്കുന്നത് ദൈവമാണ്. പഴയ നിയമത്തിനകത്ത് വായിക്കുമ്പോൾ
തീച്ചൂളയ്ക്കകത്തേക്ക് 3 ബാല്യക്കാരെ വലിച്ചെറിയുവാനിടയായി തീർന്നു. അക്ഷരാർത്ഥത്തിൽ പ്രിയരെ, ദൈവം അവരെ സംരക്ഷിച്ചു, ദൈവം അവരെ പാലിച്ചു. ഒരു തലമുടിക്ക് പോലും ദോഷമില്ലാതെ അവർ പുറത്തു വരുവാനിടയായി തീർന്നു. ആമേൻ. ഈ തലമുറയിൽ ദൈവിക പാലനം അനുഭവിക്കേണ്ടതിന് ദൈവത്തിൽ ശരണം പ്രാപിക്കാമോ? 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആരെങ്കിലും ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ അവർ സന്തോഷിക്കുവാനായി തുടങ്ങും. വേദനകൾ മാറിപ്പോകും, പ്രതിസന്ധികൾ അവസാനിക്കും. അതുകൊണ്ടാണ് ലേഖനത്തിനകത്ത് പറഞ്ഞത്, എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരെ വരുമ്പോഴും അതിന്റെ നടുവിൽ നിലനിൽക്കുന്നൊരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത. 2, ദൈവിക പാലനം അനുഭവിക്കുവാനായി കഴിയും. ആ പദത്തിന്റെ അർത്ഥവ്യാപ്തി വലുതാണ്. സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, പാലിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യമുള്ളത് എന്നെങ്കിലും തരിക എന്നുള്ളതല്ല. സമയം തെറ്റാതെ, ദിവസം മാറിപ്പോകാതെ, ആമേൻ, ഓർത്ത് തക്ക സമയത്ത് നൽകേണ്ടത് നൽകിത്തരുന്നതിനെയാണ് പാലനം എന്ന് പറയുന്നത്. പ്രിയരെ, നിശ്ചയമായിട്ടും ഒരു വീട് കിട്ടേണ്ട സമയത്ത് അത് നൽകിത്തരും. കുഞ്ഞുങ്ങൾക്ക് വഴികൾ തുറക്കേണ്ട സമയത്ത് അത് തുറന്നു വരും. ദൈവിക പരിപാലനത്തിന്റെ കീഴിലായി തീരാൻ, ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ. എന്നിട്ട് എഴുതിയിരിക്കുന്നു, അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. ആമേൻ. സന്തോഷത്തിന്റെ കുറെ കൂടെ ഉന്നതമായ പദമാണ് ആനന്ദിച്ച് ആർക്കുക എന്ന് പറഞ്ഞാൽ. താങ്ങുവാൻ കഴിയാത്ത സന്തോഷം, പ്രതീക്ഷിക്കാത്ത സമയത്ത് അനുഗ്രഹവും നന്മയും കരങ്ങളിൽ കിട്ടുമ്പോൾ ഒരാർപ്പ് ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരും. വലിയ ജയങ്ങളിലേക്ക് കാലുവയ്ക്കുമ്പോൾ അത് ആർപ്പിന്റെ അനുഭവങ്ങളിലേക്ക് മാറുവാനായി തുടങ്ങും. ബൈബിൾ പറയുന്നു, അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. ആമേൻ. അടുത്ത പദം, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ആമേൻ. ഇന്ന് രാവിലെ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരാണോ? വേദനാജനകമായ പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടോ? ശത്രു മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് പറയുന്നുണ്ടോ? ഈ വാക്യം മുറുകെ പിടിക്കാമോ? ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന സകലരെയും പാലിക്കുവാൻ കർത്താവ് മതിയായവനത്രേ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ, നന്മകളെ കൊടുക്കണമേ. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.